Welcome to my YouTube channel, PV's Pavilion. What a game of cricket yesterday witnessed. ഇന്ത്യ ശ്രീലങ്ക വിമൻസ് ക്രിക്കറ്റിലെ നാലാമത്തെ T20 മാച്ച് ഇന്നലെ നടന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ സ്വന്തം ക്യാപിറ്റൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. പലപ്പോഴും ഞാൻ പ്രതിപാദിച്ചിരുന്നതുപോലെ ഇന്ത്യ ആദ്യമായിട്ട് ഫസ്റ്റ് ബാറ്റിംഗ് നടത്തി. അതിൻ്റെ ഒരു പ്രത്യേകത ഇന്നലത്തെ ഈവനിങ്ങിലുടനീളം നമുക്ക് കാണാനായി. ശ്രീലങ്ക ടോസ് ജയിച്ച് ഇന്ത്യയെ ബാറ്റിങ്ങിനായിട്ട് പറഞ്ഞയക്കുകയായിരുന്നു. ഇന്ത്യൻ ഓപ്പണേഴ്സ് സ്മൃതി മന്ദാന ആൻഡ് ഷഫാലി വർമ്മ. സ്മൃതിയുടെ ഇടംകൈ മികവ്, ഷഫാലിയുടെ വലംകൈ കഴിവ് നമുക്ക് അന്യമല്ല, നമ്മളെപ്പോഴും കാണുന്നതാണ്. ഷഫാലി വർമ്മ ടീമിലുണ്ടാകുമ്പോൾ സ്കോർ നീങ്ങുന്നത് അറിയേയില്ല. പവർ പ്ലേ ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അതിവിദഗ്ധയായ ഒരു പ്ലെയറാണ് ഷഫാലി വർമ്മ. സ്മൃതി മന്ദാനയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഇന്ത്യയുടെ വേൾഡിൻ്റെ തന്നെ ഒരു നമ്പർ 1 ബാറ്റ്സ്മാനായിട്ട് പലപ്പോഴും തിളങ്ങിയ സ്മൃതി ഇന്നലെ തൻ്റെ ഫോമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. സ്മൃതിയും ഷഫാലിയും ചേർന്ന് ഒരു റിക്കാർഡ് കൂട്ടുകെട്ടാണ് ഇന്നലെ പിറന്നത്. 162 റൺസിലാണ് ഫസ്റ്റ് വിക്കറ്റ് നഷ്ടമാകുന്നത്. ശ്രീലങ്ക ബൗളേഴ്സിന് എന്ത് ചെയ്യണമെന്നും അറിയാത്ത ഒരു പ്രത്യേക തരം വികാരത്തിന് അടിമപ്പെട്ട അവർ ഏത് ബോളർ പരീക്ഷിക്കണം, എങ്ങനെ ചെയ്യണമെന്നറിയാതെ ശരിക്ക് ഉഴലുകയായിരുന്നു. ചമാരി അട്ടപ്പെട്ടു തൻ്റെ ക്യാപ്റ്റൻസിയിൽ അറിയപ്പെടുന്ന ഒരാളാണ്, നല്ലൊരു പ്ലെയറാണ്. ബട്ട് ഒന്നും ചെയ്യാനാവാതെ ശ്രീലങ്കൻ ക്യാപ്റ്റൻ വിവശയാകുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്നാൽ ഒരു വിക്കറ്റ് പോയാൽ വല്ല രക്ഷമുണ്ടോ? എനിവേസ് ആദ്യം ഷഫാലി ഒരു സിമ്പിൾ ക്യാച്ച് കൊടുത്തിട്ട് ഔട്ടായി. ഒരാവശ്യമില്ലായിരുന്നു. സോ ഒന്നും പറയാനില്ല. ഇറ്റ് ഈസ് ഹെർ ഗെയിം ഈസ് ലൈക്ക് ദാറ്റ് ഓൺലി. സ്മൃതി മന്ദാന വന്നിട്ട് ഒരു ലോഫ്റ്റഡ് ഷോട്ടിന് ശ്രമിക്കവേ അപ്പർ കട്ടായി പോയി, ക്യാച്ചായി. ഒരാൾ ഔട്ടായപ്പോൾ മറ്റേയാളും ഔട്ടായി. ഷഫാലി വർമ്മ 79 റൺസ് എടുത്ത് കൂടാരം പൂകിയപ്പോൾ സ്മൃതി മന്ദാന 80 റൺസ് എടുത്ത് തൻ്റെ തിരിച്ചുവരവ് അറിയിച്ചു. ഷഫാലി ഔട്ടായതോടുകൂടി റിച്ച ഘോഷ്, നമ്മുടെ വിക്കറ്റ് കീപ്പർ, 4 ഡൗൺ 5 ഡൗൺ ആയിട്ട് കളിക്കുന്ന ആളാണ്. പക്ഷെ ഇന്നലെ 1 ഡൗൺ ആയിട്ട് തന്നെ അരങ്ങേറി. കാരണം ഇവർ രണ്ടുപേര് ചേർന്ന് എല്ലാ ഗെയിമും ഫിനിഷ് ചെയ്യായിരുന്നു. ചെറിയ സ്കോറാണ് ഇതുവരെ ശ്രീലങ്ക ഇന്ത്യക്ക് മുമ്പിൽ പടുത്തുയർത്തിയിരുന്നത്. അപ്പോൾ ചെറിയ സ്കോറിന് മറികടക്കാൻ ലോവർ ഓർഡറിലുള്ള ബാറ്റ്സ്മാൻമാരൊന്നും ആവശ്യം വരാറില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ബാറ്റിംഗ് എക്സ്പീരിയൻസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് റിച്ചയെ പ്രൊമോട്ട് ചെയ്തിട്ട് 1 ഡൗൺ ആയിട്ട് കൊണ്ടുവന്നു. റിച്ച വന്നതോടുകൂടി തൻ്റെ തനി നിറം നയം വ്യക്തമാക്കി എന്നൊക്കെ പറയുന്ന പോലെ ഒരു 40 റൺസ് 16 ബോളിൽ നിന്ന് ഒരു 40 റൺസ് എടുത്ത് 3 സിക്സ് എങ്ങാണ്ട് അടിച്ചു. നല്ല ഒരു ഉഗ്രൻ ബാറ്റിംഗ് നടത്തി. ഹർമൻപ്രീത് കൗർ 10 ബോളെ കളിച്ചുള്ളൂ, 16 റണ്ണെടുത്തു, ഫിനിഷ് ചെയ്തു കളി. അവർക്കൊന്നും കാര്യമായിട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. ഷെഫാലിയും സ്മൃതിയും അതുപോലെയാണ് ഫ്രണ്ട് ലൈനിൽ കളിച്ചത്. അപ്പോൾ ഒരു റിക്കാർഡ് സ്കോർ, ഇന്ത്യയുടെ കഴിഞ്ഞ ഹയസ്റ്റ് സ്കോറായ 217 റണ്ണിൻ്റെ മുകളിൽ പോയി 221 എന്നുള്ള രീതിയിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 221 നിലയിൽ ഒരു പട്ടുകൂറ്റൻ സ്കോറാണ് ശ്രീലങ്കയ്ക്ക് ഇന്ത്യ സമ്മാനിച്ചത്. ഇന്നിങ്സ് ബ്രേക്കിന് ശേഷം മറുപടി ബാറ്റിങ്ങിനായി വന്ന ശ്രീലങ്ക നിരാശരാക്കില്ല. തിരുവനന്തപുരത്തെ കാണികളെ ഈ രാത്രി ഈ തണുപ്പത്ത് വന്നിരുന്ന് കളി കാണുന്ന ഇന്ത്യൻ പ്രേക്ഷകരെ നിരാശപ്പെടുത്താതെ തന്നെ നല്ല വെടിക്കെട്ട് ബാറ്റിങ്ങുമായിട്ടാണ്
ശ്രീലങ്ക മറുപടി ബാറ്റിംഗ് തുടങ്ങിയത്. അതായത് ഓപ്പണേഴ്സായ അസ്നി പെരേര നല്ല ഷോട്ടടിച്ച് ഒരു 7 4 അടിച്ച് 33 റൺസ് എടുത്ത് ഔട്ടായി. ചമരി അട്ടപ്പെട്ടു, അവരുടെ ക്യാപ്റ്റൻ, ഒരു ഹാഫ് സെഞ്ചുറി തികച്ചു. 52 റൺസ് ഓഫ് ജസ്റ്റ് 37 ബോൾസ്. 37 ബോളിൽ നിന്ന് അവരൊരു 3 സിക്സർ അടിച്ചു, 3 4 അടിച്ചു, 3 6 അടിച്ചു. നല്ല ഒരു ഇന്നിംഗ് ആയിരുന്നത്. ഏതാണ്ട് ഇന്ത്യയുടെ ബാറ്റിങ്ങിന് ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ കുറച്ച് മുകളിലായിട്ട്. പവർ പ്ലേ നന്നായിട്ട് യൂസ് ചെയ്തു. പവർ പ്ലേയിൽ ഇന്ത്യൻ ബോളേഴ്സിനെ ചിഹ്നം ഭിന്നം അടിച്ചു. ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സിനൊന്നും കാര്യമായിട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. നല്ല അടി വാങ്ങി എല്ലാവരും. പക്ഷേ ഓപ്പണേഴ്സ് രണ്ടുപേരും ഔട്ടായതോടുകൂടി അവരുടെ താളം തെറ്റി തുടങ്ങി. ഇമേഷ ദുലാരി 29 റൺസ് എടുത്തു. ഹർഷിത സമരവിക്രമ 20 റൺസ് എടുത്തു. ബാക്കി ആർക്കും പറയത്തക്ക കോൺട്രിബ്യൂഷനൊന്നും ചെയ്യാനായില്ല. ഇതിനകത്ത് ഇമേഷ ദുലാരി റണ്ണൗട്ടായതാണ്. ആ റണ്ണൗട്ട് പ്രത്യേകം പറയണം. ഇന്ത്യൻ്റെ മികച്ച ബൗളർ അമൻജോത് കൗർ നല്ലൊരു ഫീൽഡറാണ്. ഫീൽഡിൽ കംപ്ലീറ്റ് നിറഞ്ഞു നിന്ന് കളിക്കുന്ന ഒരു ഫീൽഡറാണ്. അമൻജോത്തിൻ്റെ ഡയറക്റ്റ് ത്രോ ആയിരുന്നു. ജസ്റ്റ് ഡയറക്റ്റ് സ്റ്റമ്പിൽ കൊള്ളുമായിരുന്നില്ല, എങ്കിലും അത് റിച്ച ഘോഷ് ഔട്ടാക്കി, റണ്ണൗട്ടാക്കി. അത് നല്ലൊരു സൂപ്പർ പെർഫോമൻസാണ്. രണ്ടാമത്തെ റണ്ണിന് ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇമേഷ ദുലാരി 29 റൺസ് എടുത്ത് ഔട്ടായി. അത് അവർക്കൊരു സെറ്റ് ബാക്കായി. പിന്നെ അവർക്ക് അതിൽ നിന്ന് ഉയരാൻ പറ്റില്ല. ഈവൻ ദോ നല്ലൊരു ചേസാണ് ശ്രീലങ്ക നടത്തിയത്. 191 റൺസ് വരെ അവിടെ എടുത്തു. 6 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസ് എടുത്ത് 20 ഓവേഴ്സ് പൂർത്തിയാക്കി. ഇൻസിഡൻ്റലി ശ്രീലങ്കയുടെ ടോപ്പ് സ്കോറാണ് 191. ഇതുവരെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്കോർ ശ്രീലങ്ക പടുത്തുയർത്തുന്നത്. സോ there were full of runs at ട്രിവാൻഡ്രം. എല്ലാവർക്കും ഒരു നല്ല ഒരു അനുഭൂതി നൽകുന്ന ഒരു മാച്ചായിരുന്നു. എവരി വൺ ഈസ് പ്ലീസ്ഡ് ടു ഹാവ് വിറ്റ്നസ്ഡ് ദാറ്റ് മാച്ച്. ഓക്കെ, ഇന്ത്യ ശ്രീലങ്കയെ 30 റണ്ണിന് ആണ് പരാജയപ്പെടുത്തിയത്. അങ്ങനെ 4 മാച്ച് കളിച്ച് തീരുമ്പോഴേക്കും 4-0 എന്ന രീതിയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി 30 ഡിസംബറിന് ലാസ്റ്റ് മാച്ച്, അതായത് 5ാമത്തെ T20 മാച്ച് ശ്രീലങ്കയുമായിട്ട് കളിക്കും. അപ്പോൾ വല്ല മാറ്റങ്ങളും വരുമോ ഇന്ത്യൻ ടീമിൽ നിന്ന് നമുക്ക് നോക്കിക്കാണാം. ഇതുവരെ അവസരം കിട്ടാത്ത ആളുകളെ കളിപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം. ഓക്കെ, ഇന്നലത്തെ 80 റൺസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്മൃതി മന്ദാന മോസ്റ്റ് ഇൻ്റർനാഷണൽ റൺസ് എന്നുള്ള പട്ടികയിൽ 10,000 റൺ കടന്നിരിക്കുകയാണ്. ടു ബി പ്രിസൈസ് 10,053 റൺസ് എടുത്തിരിക്കുകയാണ്. ഇത് ഫാസ്റ്റസ്റ്റാണ്. ഇതിന് സ്മൃതി മന്ദാനയ്ക്ക് മുകളിലുള്ളത് മിതാലി രാജ്, ഇന്ത്യൻ ഫോർമർ ക്യാപ്റ്റൻ, 10,868 റൺസ്. ദെൻ ന്യൂസിലൻഡ് പ്ലെയർ സൂസി ബെയ്റ്റ്സ് വന്നിട്ട് 10,652 റൺസ്. ദെൻ ഇംഗ്ലണ്ടിൻ്റെ ചാർലോട്ട് എഡ്വേർഡ്സ് 10,273 റൺസ്. അപ്പോൾ 4ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന സ്മൃതി മന്ദാന ഏറ്റവും ഫാസ്റ്റായിട്ട് 281 ഇന്നിങ്സ് എന്നാണ് ഇത്രയും 10,000-ൻ്റെ മുകളിൽ റൺ പോകുന്നത്. ഇനിയും ഒരുപാട് സമയമുണ്ട്. നമ്മുടെ മിതാലി രാജിൻ്റെ റെക്കോർഡെല്ലാം സ്മൃതി മന്ദാന ബ്രേക്ക് ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാണുക. കാരണം മെനി ഇയേഴ്സ് മോർ ക്രിക്കറ്റ് റിമൈൻസ് ഫോർ സ്മൃതി മന്ദാന. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇത് ഫസ്റ്റ് ഡ്യുവോ, അതായത് ഓപ്പണർ പാർട്ട്ണർഷിപ്പാണ് 3,000 റൺസ് ആസ് പെയർ T20 നടത്തുന്ന ആദ്യത്തെ ഡ്യുവോ പാർട്ട്ണർഷിപ്പാണ് ഷെഫാലിയും സ്മൃതി മന്ദാനയും കൂടി ചേർന്ന് ഉണ്ടാക്കിയത്. ഹയസ്റ്റ് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് പറഞ്ഞു കഴിഞ്ഞു, 162 162 റൺസിൻ്റെ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ
എല്ലാ ഗെയിമുകളിലും കൂടി കളിക്കുന്ന ഏറ്റവും ടോപ്പിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലേക്ക്, ഇന്ത്യൻ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലേക്ക് ഹർമൻപ്രീത് കൗർ വന്നിരിക്കുകയാണ്. ടോട്ടൽ 110 വിൻസ്. മിതാലി രാജിൻ്റെ 109 വിൻസിൻ്റെ ഒരു റെക്കോർഡാണ് ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെൺകുട്ടികളെല്ലാം വളരെ വണ്ടർഫുള്ളായിട്ട് കളിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതായത് പല ഷോട്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ടെണ്ടുൽക്കറിനെയും രാഹുൽ ദ്രവിഡിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഷോട്ട് കളിക്കുന്ന നമ്മുടെ നാരി ശക്തി കാണുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ഇന്ത്യ. അപ്പോൾ ഇത് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഉന്നമനം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.